ഹലോ, നമസ്തേ. ദീപാവലിയൊക്കെ അടുക്കാറായി അല്ലേ? അപ്പം നമുക്കിന്ന് ദീപാവലിക്ക് വേണ്ടി ഒരു നല്ലൊരു സ്വീറ്റ് റെസിപ്പി തന്നെ ഉണ്ടാക്കാം. ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അത് വളരെ എളുപ്പമാണ്. ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിലാണ് ഞാനത് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഇത് ഞാനൊരു മിക്സിയിൽ ജാറെടുത്തിട്ടുണ്ട്. അതിലൊരു 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഒരു 8-10 ബദാം കൂടി ചേർക്കുന്നുണ്ട്. ഒപ്പം ഞാൻ അതിനൊപ്പം കുറച്ച് കാഷ്യൂ നട്ട്സും കൂടി ചേർക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക കേട്ടോ. കൂടുതൽ ചേർക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അതും കൂടി അത്രയും ക്വാണ്ടിറ്റി ചേർക്കാം. അല്പം ഒരു 2 ഏലക്ക പൊട്ടിച്ചതാണ് ചേർക്കുന്നത്. ആദ്യം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് ഞാൻ പനീർ എടുക്കുന്നുണ്ട്. ഒരു 1/4 കിലോ പനീറാണത്. ഇത് നമുക്ക് നല്ല മരുന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. പനീർ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പ്രയാസമൊന്നുമില്ല. അത് എളുപ്പത്തിൽ ഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇതുമാതിരി നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്യുമ്പോൾ നല്ല പൊടിയായിട്ട് വരും കേട്ടോ. പക്ഷേ മിക്സിയിൽ ജാറിലിട്ട് അരയ്ക്കരുത്. ഞാൻ ഗ്രേറ്റ് ചെയ്ത് തന്നെ വേണം എടുക്കാൻ. ഇതിൽ നിന്നും ഞാനൊരു 50 ഗ്രാം പനീറോൾ ഞാൻ ബാക്കി വയ്ക്കുന്നുണ്ട്. അത് ഇത്രയും എടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഒരു പാൻ എടുക്കാം. എന്നിട്ട് ഗ്രേറ്റ് ചെയ്ത പനീർ അങ്ങോട്ട് ചേർക്കാം കേട്ടോ. എന്നിട്ട് ഒരു 1/2 കപ്പ് മിൽക്ക് പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. രണ്ടും കൂടിയിട്ട് നല്ല മാതിരിയൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ 1 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ല മാതിരിയൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അതിനകത്ത് കട്ടയൊന്നും കറക്കാതെ മിക്സ് ചെയ്തെടുക്കണം. നല്ല മാതിരി മിക്സ് ചെയ്തിട്ട് ഒരു ഗ്യാസ് നമുക്ക് കത്തിക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ മിക്സറൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് കട്ടി പിടിക്കും, അവിടെ ഇവിടെയായിട്ടൊക്കെ കിടക്കും. ഇതേ നല്ല മാതിരി തിളച്ച് വന്നിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ആ പൊടിച്ച് വെച്ചിരിക്കുന്ന ഷുഗർ ഉണ്ടല്ലോ, അതൊന്ന് നമുക്ക് അതിലേക്ക് ചേർക്കാം. നല്ല മാതിരി മിക്സ് ചെയ്തേക്കണേ. ലോ ഫ്ലെയിമിൽ വെക്കണം. ഓക്കെ, ഫ്ലെയിം ഇനിയിപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇനിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇത് നല്ല മാതിരി ഇളക്കുക. അങ്ങനെ ഇളക്കി കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല മാതിരി ഇതുമാതിരി കട്ടിയാവും കേട്ടോ. നല്ല മാതിരി തിക്കാവുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ല മാതിരി തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു കണ്ടെയ്നർ എടുക്കാം. ഒരു അലുമിനിയത്തിൻ്റെയോ പ്ലാസ്റ്റിക് ഡബ്ബയോ ഏതെങ്കിലുമൊക്കെ എടുത്തിട്ട് നമുക്ക് അതിലല്പം ഒരു 1/2 ടീസ്പൂൺ നെയ്യൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് പുരട്ടി വെച്ചിട്ട് ഉണ്ടാക്കി വെച്ച മിക്സറൊന്ന് അതിനകത്തേക്ക് മാറ്റാം. മുഴുവനും മാറ്റിയതിന് ശേഷം അത് നല്ല മാതിരി ഒന്ന് ഫ്ലാറ്റാക്കി ലെവൽ ചെയ്യണം കേട്ടോ. ഇതുമാതിരി ഒന്ന് നല്ല മാതിരി അത് ലെവലാക്കുക. റെസിപ്പി കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. ഷെയറും ചെയ്യണേ. നല്ല രുചിയുള്ള സ്വീറ്റാണ് കേട്ടോ. അത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് അല്പം ഡ്രൈ ഫ്രൂട്ട്സൊക്കെ മേലിൽ വച്ചിട്ട് ഒന്ന് അലങ്കരിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു 2 മണിക്കൂർ നോർമൽ ടെമ്പറേച്ചറിൽ വെച്ചിതൊന്ന് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വയ്ക്കാം കേട്ടോ. പെട്ടെന്ന് അതൊന്ന് സെറ്റായിട്ട് കിട്ടും. ഞാനിത് റൂം ടെമ്പറേച്ചറിൽ 2 മണിക്കൂർ സൂക്ഷിച്ച് വയ്ക്കാൻ പോവാണ്. അടച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്ത് നോക്കാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിത് നോക്കുവാണ്. അപ്പോൾ അത് എല്ലാമാതിരി സെറ്റായിട്ടുണ്ട്. നമുക്കിത് ആവശ്യമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ശരിക്കും നല്ല മാതിരി ഇത് സെറ്റായിട്ടുണ്ട്. അതേ നല്ല സോഫ്റ്റാണ്. അതേ കണ്ടോ, നമ്മുടെ മിൽക്ക് കേക്ക് നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ, അതുപോലെ ഫെസ്റ്റിവൽ ടൈമിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റാണ്. അപ്പോൾ മറ്റൊരു റെസിപ്പിയായിട്ട് ഞാൻ വരുന്നുണ്ട്. ഓക്കെ, ബൈ.